أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو كان فيهما آلهة إلا الله لفسدتا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والحمد لله رب العالمين. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഏറ്റവും പൊരുത്തപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അവന്റെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. തെറ്റുകളില്ലാത്ത ഭാവി കൊണ്ട് അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നാമുകമായി ദുആ ചെയ്തുകൊണ്ട്, ഞാൻ ഇടക്ക് കുറച്ച് ആഴ്ചകളായി പല തരത്തിലുള്ള അസൗകര്യങ്ങൾ കാരണം ഷെഡ്യൂൾ അനുസരിച്ചുള്ള ക്ലാസ്സിന് എനിക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും എല്ലാ ആഴ്ചകളിലും അങ്ങനെ ഇനിയും എനിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. സൗകര്യമുള്ള സമയങ്ങളിലൊക്കെ നോക്കി ഇൻഷാ അല്ലാഹ് സാധുക്കളായ നമ്മുടെയൊക്കെ പരിമിതമായ അറിവുകൾ വെച്ചുകൊണ്ട് ആ അറിവ് അതും ഇല്ലാത്ത ആളുകളിലേക്ക് കൈമാറുക എന്നതാണ്. അതൊരു ദീനീ പ്രവർത്തനമായി കണ്ടുകൊണ്ട് നാം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതലായി ദീനിനെക്കുറിച്ച് പഠിക്കാനും ജീവിതം നന്നാക്കാനും അതിന്റെ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ കണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാവാനും യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാവാനും അവൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ടി.സി. ഉസ്താദിന്റെ സംസാരം അങ്ങനെ തുടങ്ങിയാൽ അത് പിന്നെ അങ്ങനെ ഒഴുകലാണ്. ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. പലപ്പോഴും ആ പറയാറുള്ള കഥകളിലൊക്കെ പലതിലും അനുഭവസ്ഥനും ആയ രംഗങ്ങളൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ ഒരു അനുസ്മരണം ഇങ്ങനെ ഓർക്കുമ്പോൾ, ആ പഴയ കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിലേക്ക് ഒരു കുട്ടിയുടെ പ്രായത്തിലേക്ക് തിരിച്ചുപോയി മടങ്ങി വന്നെങ്കിൽ എന്നൊക്കെ തോന്നാറുള്ള, പലപ്പോഴും രോമാഞ്ചം ഉണ്ടാകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ശംസുൽ ഉലമയെയും ഒക്കെ പരാമർശിക്കുന്ന സമയത്ത് അല്ലാഹു തആല അവരെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതം നന്നാക്കി തരട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി, തൗഹീദുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്. വളരെ വിശാലമായി ആഴത്തിൽ പഠിക്കേണ്ടതും പഠിച്ചു തീർക്കാനോ പറഞ്ഞു തീർക്കാനോ പറ്റാത്തതുമായ ഒരു വിഷയമാണല്ലോ. കാരണം ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദാണ്. അല്ലാഹു തആല 1,24,000 അമ്പിയാക്കന്മാരെ ഈ മനുഷ്യ സമൂഹത്തിലേക്ക് അയച്ചത് മനുഷ്യർക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കാനാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ ഈ ലോകത്തിന്റെ ഉടമസ്ഥൻ. എല്ലാത്തിന്റെയും യഥാർത്ഥ കേന്ദ്രം അള്ളാഹുവാണ്. അള്ളാഹു കേന്ദ്രമാകുന്നിടത്ത് വിഭജനങ്ങളില്ല. ഏത് തരമുള്ള കാര്യങ്ങൾ എന്ന് വിഭജിച്ചൂടാ. എല്ലാത്തിന്റെയും കേന്ദ്രം അള്ളാഹുവാണ്. അത് ഭൗതികമായാലും അഭൗതികമായാലും ഏത് സാധാരണ കാര്യം പോലും അതിന്റെ പിന്നിൽ അതിന്റെ മുഅസ്സിർ, അതിന്റെ യഥാർത്ഥ തഅ്സീർ നടത്തുന്നത് അത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്ക് നേരത്തെ അള്ളാഹു തആല തന്നുവെച്ച എന്റെ പക്കൽ സ്റ്റോക്കുള്ള കഴിവിൽ നിന്നെടുത്തല്ല ഞാൻ പറയുന്നതെന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ദീനിന്റെ അയിമ്മത്തുകളൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഞാൻ നടന്നു പോകുമ്പോ നടക്കാനുള്ള ശേഷി ആ നടക്കുന്ന സമയത്ത് അല്ലാഹു തആല തന്നുകൊണ്ടിരിക്കുന്നു. കുറെ ആളുകൾ മനസ്സിലാക്കി അങ്ങനെയല്ല. അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സാധാരണ നമ്മുടെ ഇടയിൽ നമുക്ക് ചെയ്യുകയും കാണുകയും പറയുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുടെ കഴിവ് നേരത്തെ അല്ലാഹു തആല തന്നുവെച്ചതാണെന്നും അത് ഉപയോഗിക്കുന്നിടത്ത് ഇനി അള്ളാഹുവിന്റെ മറ്റൊരു സഹായവും ഒരു അറിവും ഒരു അനുവാദവും ഒരു സമ്മതവും ഒന്നും ഇല്ലാതെ
അടിമയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിന് വിധേയമാണെന്നും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടത് അവന്റെ കഴിവിൽ പെടാത്ത, അവന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഈ കഴിവിൽ പെടാത്ത അപ്പുറം ചില കാര്യങ്ങളിലേക്ക് മാത്രമേ അള്ളാഹുവിനെ കൂട്ടേണ്ടതുള്ളൂ എന്നുമൊക്കെയാണ് കുറെ ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തില് തൗഹീദ് പഠിപ്പിക്കാനാണ് 1,24,000 പ്രവാചകര് വന്നത്, അമ്പിയാക്കന്മാര് വന്നത്. തൗഹീദ് പഠിപ്പിക്കുമ്പോൾ അത് ജനം പഠിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നത് ശിർക്ക് അവരിൽ ഇല്ലാതാവലാണ്. അത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് പുറാണല്ലോ. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അടിസ്ഥാനമായി പഠിക്കേണ്ടത് തൗഹീദാണ്. ആ അമ്പിയാക്കന്മാരൊക്കെ പഠിപ്പിച്ചത് തൗഹീദാണ്. ആ അമ്പിയാക്കന്മാർ പറഞ്ഞ റൂട്ടിൽ വരാത്തവരാണ് ശിർക്കിൽ നിലനിന്നത്. അമ്പിയാക്കന്മാര് പറഞ്ഞ വഴിക്ക് വന്നവരൊക്കെ തൗഹീദിലെത്തിപ്പെട്ടു. അപ്പൊ തൗഹീദാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. ശിർക്ക് മനസ്സിലാകാൻ തൗഹീദ് മനസ്സിലാക്കൽ തന്നെയാണ് അതിന്റെ മാർഗം. ശിർക്കും തൗഹീദും കൂടി ഒരിടത്തൊപ്പം ഉണ്ടാവില്ല. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം പൂർവിക കാലം മുതൽക്കുള്ള ദീനിന്റെ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനെയും റസൂലുള്ളാഹിന്റെ വചനങ്ങളെയും അവലംബിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ പഠിക്കേണ്ടുന്ന ഇത്തരം ആധികാരികമായ എല്ലാ വാക്കുകളുടെയും വിശദീകരണം, അതിന്റെ നിർവചനം പറഞ്ഞു തന്നുകൊണ്ട് തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തില് അത്തരം ഒരു പഠനരീതി അത് സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകൾ, അങ്ങനെ പഠിക്കാൻ സമയം കണ്ടെത്താത്ത ആളുകൾ, അവരാണ് ഇത്തരം ജടിലമായ ആശയങ്ങളിലേക്കൊക്കെ യഥാർത്ഥത്തിൽ ചെന്നുപെട്ടിട്ടുള്ളത്. ദീനിനെ കൃത്യമായി പഠിക്കുമ്പോൾ പഠനത്തിന്റെ രീതി തന്നെ വസ്തുനിഷ്ഠമായ പഠനമാണ്. ആ വസ്തുനിഷ്ഠമായ പഠനത്തിലൂടെ തൗഹീദ് എന്താണ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തന്നു, ശിർക്ക് എന്താണെന്നും നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തന്നു. അതേസമയം വിദേഹത്ത് ചിന്താഗതി, ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഇത്തരം വിദേഹത്തുകൾക്ക് ഒരുപാട് പഴക്കങ്ങളൊന്നുമില്ല. ഉള്ള പഴക്കം വെച്ചുകൊണ്ട് അക്കാലം അത്രയും നോക്കിയിട്ട് ഇന്ന് വരെ ശിർക്കിനെ നിർവചിക്കാൻ സാധിച്ചിട്ടുമില്ല. നിർവചിക്കുന്നതൊക്കെ ഒരു തരം ഓരോരുത്തരും അവനവന് തോന്നുന്ന, തന്റെ ബുദ്ധിക്ക് തോന്നിയ കൃത്യമല്ലാത്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തരും നിർവചിക്കാണ്. അത് നിർവചനമല്ല, ഓരോ വിശദീകരണങ്ങൾ. ഒരാൾ പറയുന്നത് അവന്റെ വിശദീകരണം, മറ്റൊരാൾ പറഞ്ഞത് അയാളെ വിശദീകരണം. കെ.എം. മൗലവി പറഞ്ഞത് കെ. മൗലവിന്റെ വിശദീകരണം, ഉമർ മൗലവി പറഞ്ഞത് ഉമർ മൗലവിന്റെ വിശദീകരണം. അവരൊക്കെ പറഞ്ഞ മാതിരിയല്ല, പല കാര്യങ്ങളും വ്യത്യസ്തമായാണ് വിദ്യാർത്ഥികാര്, ഇനി ഇപ്പോഴുള്ള പുതിയ യുഗത്തിലുള്ളവർ അവർക്ക് തോന്നുന്ന വിശദീകരണങ്ങൾ, അത് ശിർക്കിനായാലും തൗഹീദിനായാലും തവസ്സുലിനായാലും ഇസ്തിഗാസക്കായാലും നിസ്കാരത്തിനായാലും ഖുതുബക്കായാലും ഒക്കെ അങ്ങനെ തന്നെയാ. അതുകൊണ്ട് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നടന്നോട്ടെ, അത് അവസാനിപ്പിക്കലല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് നമ്മുടെ ലക്ഷ്യം എക്കാലത്തും ഈ സത്യത്തെ പിടിച്ചു നിർത്തുന്ന നല്ലൊരു വിഭാഗം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്ത്, ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യം കൈവിടാത്ത ഒരു വിഭാഗം അന്ത്യനാൾ വരെ ലോകത്ത് നിലനിൽക്കും. ആ പറഞ്ഞതിനർത്ഥം വേറെ ആരും ഉണ്ടാവൂല എന്നല്ലല്ലോ. എല്ലാ അലവലാദികളും എല്ലാ വലാലത്തുകളും ഖിയാമത്ത് നാൾ എത്തും തോറും പെരുകിക്കൊണ്ടേയിരിക്കും. ആ സാഹചര്യങ്ങളെ വെച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, അതൊക്കെ പെരുകുന്നവരൊക്കെ പെരുകട്ടെ, ഉണ്ടാകുന്നവരൊക്കെ ഉണ്ടാവട്ടെ. ആരുണ്ടായാലും ദീനിന്റെ നേര് മനസ്സിലാക്കിയ ഒരു വിങ്, ഒരു വിഭാഗം, ഒരു ടീം ഇവിടെ ഉണ്ടാകും. നാം ആഗ്രഹിച്ചത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അത് നിലനിന്നതും പിന്നിൽ വരുന്നവർക്കത് കിട്ടിയതും നമ്മളിലൂടെ ആവണം എന്ന ആ ആത്മാർത്ഥമായ ആഗ്രഹം, അതിന്റെ പേരിലാണ് ഈ പെടാപ്പെടലുകളൊക്കെ നടത്തുന്നത്. അല്ലാതെ ഈ പ്രവർത്തനങ്ങൾക്കൊന്നും ഈ ദുനിയാവിൽ നിന്ന് ആർക്കും ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ
ഉഖ്റവിയായ അമലുകളായി സ്വീകരിക്കുമാർ ആവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ അബദ്ധങ്ങളിൽ ചെന്നുപെട്ട ആളുകൾ ബഹുഭൂരിപക്ഷം വരുന്ന ലോകത്തെ മുസ്ലിമീങ്ങളെ തൗഹീദിൽ നിന്ന് പുറത്താക്കാൻ ശിർക്കിന്റെ ആളുകളാണ് എന്ന് വരുത്തി തീർക്കാൻ അവർ പഠിച്ചു വച്ചിരിക്കുന്ന അബദ്ധജടിലമായ ശിർക്ക് ലോകത്ത് പ്രചരിപ്പിക്കാൻ അതിന്റെ എളുപ്പവഴികൾ സ്വീകരിച്ച കൂട്ടത്തിൽ ഒന്നാണ് തൗഹീദിനെ വിഭജനം നടത്തി. ശിർക്കിനെയും തൗഹീദിനെയും നിർവചിക്കാൻ ഇക്കാലം വരെ കഴിയാത്ത ആളുകൾ തൗഹീദിനെ വിഭജിച്ചിട്ട് തൗഹീദ് ഉലൂഹിയത്തും തൗഹീദ് റുബൂബിയത്തും ഇങ്ങനെ രണ്ട് തരത്തിലേക്ക് അവർ മാറ്റി തിരിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ അടുത്ത കാലത്തായി ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള സലഫികൾ തൗഹീദ് 3 തരത്തിലുണ്ട് എന്നുവരെ പറയാൻ തുടങ്ങിയതായിട്ട് പറയുന്നൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തോ ആവട്ടെ, തൗഹീദ് 2 തരമാണെന്നും മക്കയിലും മറ്റു നാടുകളിലുമൊക്കെ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് അതിൽ ഒരുവിധം തൗഹീദ് അവർക്ക് ഉണ്ടായിരുന്നുവെന്നും രണ്ടാമത്തൊരു വിഭാഗം തൗഹീദ് അവിടെയാണ് അവർക്ക് ശിർക്ക് വന്നതെന്നും ആ ഗണത്തിൽപ്പെടുത്തിയാൽ ഇന്ന് സുന്നികളായ നമ്മളൊക്കെ അള്ളാഹു ആദരിച്ച മഹാന്മാരായ ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും ഒക്കെ ഏതർത്ഥത്തിൽ കാണുന്നോ ആ നിലവാരത്തെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ അതിന് സമാനമാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അതിന്റെ ഒരു എളുപ്പവഴി സ്വീകരിച്ചുകൊണ്ടാണ് തൗഹീദിനെ അങ്ങനെ ഒരു വിഭജനം, അതെന്താണെന്ന് നിർവചിക്കാൻ കഴിയാത്ത ആളുകൾ, ശിർക്ക് എന്താണെന്ന് നിർവചിക്കാൻ കഴിയാത്ത ആളുകൾ തൗഹീദും ശിർക്കും പഠിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു വിഭജനം കൊണ്ടുവന്നത്. ഹിജ്റ 800 ചില്ലറ ആയിട്ട് മരിച്ചുപോയ ഇബ്നു തൈമിയക്ക് മുമ്പ് അങ്ങനെ ഒരു വിഭജനം ഇസ്ലാമിക പണ്ഡിതന്മാർ കേട്ടിട്ട് പോലുമില്ല. 9ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു തൈമിയയാണ് ലോക മുസ്ലിമീങ്ങളുടെ ഒക്കെ മുശ്രിക്കാക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഒരു വിഭജനം ലോകത്താദ്യമായി നടത്തിയിട്ടുള്ളത്. ആ വിഭജനം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള വിദേഹത്തിന്റെ പ്രസ്ഥാനക്കാര് അവരും നമ്മുടെ നാട്ടിലേക്ക് അത് ഇറക്കുമതി ചെയ്തു. തൗഹീദ് റുബൂബിയ്യത്ത് എന്നൊന്നുണ്ട്. ആ തൗഹീദ് മക്കയിലൊക്കെ ഉണ്ടായിരുന്ന മുശ്രികൾക്ക് ഉണ്ടായിരുന്നു. അതേസമയം തൗഹീദ് ഉലൂഹിയത്ത് എന്ന മറ്റൊന്നുണ്ട്. അതാണ് അവർക്ക് ഇല്ലാതെ പോയത്. എന്താണ് റുബൂബിയ്യത്ത് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ? വിഭജിച്ച ആളുകൾ അവരാണ്, അവരതിന് കൊടുത്ത അർത്ഥമാണ്. അതുകൊണ്ട് അയിമ്മത്തിന്റെ കിതാബിൽ നിന്നൊന്നും തൗഹീദ് റുബൂബിയ്യത്ത് എന്താണെന്ന് ചോദിച്ചാൽ പരിശോധിച്ചാൽ കാണൂല. തൗഹീദ് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു തൗഹീദ് അവർക്ക് പരിചയമില്ല. തൗഹീദ് അള്ളാഹുവിന് എല്ലാ കാര്യത്തിലും അള്ളാഹുവിന് മാത്രമാണ് പരമാധികാരം. അത് ഭൗതികമായാലും അഭൗതികമായാലും. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് റുബൂബിയ്യത്തിന്റെ തൗഹീദ് ഉണ്ടായിരുന്നു. അഥവാ ഉലൂഹിയത്തിലാണ് അവർക്ക് ശിർക്ക് വന്നത്. ലോകം നിയന്ത്രിക്കുന്നത്, ലോകം പടച്ചത്, അതിനെ പരിപാലിക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ലോകത്തിന്റെ സംരക്ഷണം അതെല്ലാം നടത്തുന്നത് അള്ളാഹു തന്നെ എന്ന് ആ മക്കക്കാർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അവര് അവിടെ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും അത്തരം പ്രവർത്തനങ്ങൾ വകവെച്ചു കൊടുത്തിട്ടില്ല. അവിടെ അവർക്ക് തൗഹീദ് ഉണ്ടായിരുന്നു. അവർക്കില്ലാതെ പോയ തൗഹീദ് ഉലൂഹിയത്തിലാണ്. ആരാധന ചെയ്യുന്നതിൽ, ഇബാദത്തെടുക്കുന്ന വിഷയത്തില് അള്ളാഹുവിനെയും അല്ലാത്തവരെയും ആരാധിച്ചു. അപ്പൊ ഇലാഹാക്കുക എന്ന വിഷയത്തിൽ ധാരാളം വസ്തുക്കളെ അവർ ആരാധിച്ചു. അവിടെയാണ് അവർക്ക് ശിർക്ക് പറ്റിയത്. ലോകത്തിന്റെ സംരക്ഷകനായി ഈ ലോകം പടച്ചവനും ഈ ലോകത്തിന് വെള്ളം തരുന്നവനും വായു തരുന്നവനും ജീവൻ തരുന്നവനും ഏൽപ്പിക്കുന്നവനും ഒക്കെ അള്ളാഹു തന്നെയാണ് എന്നിടത്ത് അവർക്ക് ശിർക്ക് ഇല്ല. ഇങ്ങനെ ഒരു മാർഗത്തിലൂടെ തൗഹീദിനെ നിർവചിക്കാനും ശിർക്കിന്റെ വ്യാഖ്യാനം, വിശദീകരണം, നിർവചനം പറയാനും കഴിയാത്ത ആളുകൾ അതിനെ നിർവചിക്കാൻ മുമ്പോട്ട് വന്നതിന്റെ പിന്നിലുള്ള തന്ത്രം ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളുടെ അള്ളാഹു ആദരിച്ച മഹാന്മാരായ ഔലിയാക്കളെയും അമ്പിയാക്കന്മാരെയും കുറിച്ചുള്ള അവരുടെ നിലപാടുകളെ തെറ്റായി ചിത്രീകരിക്കേണ്ട ആവശ്യത്തിനു വേണ്ടിയായിരുന്നു.
എന്നാൽ ഇങ്ങനെ അല്ലാഹു തആലയുടെ കാര്യത്തിൽ റുബൂബിയത്തിന്റെ തൗഹീദ് അവർക്ക് ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ അതിന് തെളിവായി ഉദ്ധരിക്കുന്ന ചില ആയത്തുകളൊക്കെ ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവെടുത്തിട്ടാണ് പറയാ. ഖുർആനിൽ നിന്ന് എല്ലാവർക്കും തെളിവ് കിട്ടുമല്ലോ. ഖുർആൻ അങ്ങനെയാണ്, അത് അള്ളാഹുവിന്റെ വചനങ്ങളാണ്. ഭാഷാപരമായി അതിനെ പഠിച്ചിട്ട് ആർക്കും ഏത് തരത്തിലും ഖുർആനെ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരും. ക്രിസ്ത്യാനികൾ നമുക്കെതിൽ ഇപ്പൊ ഖുർആന്റെ ആയത്തുകളാണ് ഉപയോഗിക്കുന്നത്. ലോകത്തെ എല്ലാ മുസ്ലിം സംഘടനകളും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഖാദിയാനികൾ കാഫറാണെന്ന് തീരുമാനം പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെയാണ്. എന്നാൽ അവർ പിടിച്ചു നിൽക്കുന്നത്, അവരാണ് സത്യത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് നമുക്ക് മറുപടി പറയുന്നത് ഖുർആൻ കൊണ്ട് തന്നെയാണ്. അപ്പൊ ഖുർആൻ പരസ്പര വൈരുദ്ധ്യമാണോ എന്ന് ചോദിക്കണ്ട. ഖുർആൻ പരസ്പര വൈരുദ്ധ്യമല്ല. പിന്നെയോ ഈ വൈരുദ്ധ്യമാണോ എന്ന് തോന്നിയത് ഖുർആനിനെ അനർഹമായ രൂപത്തിൽ കൈകാര്യം ചെയ്തതുകൊണ്ടും ദുർവ്യാഖ്യാനം ചെയ്തതുകൊണ്ടുമാണ്. അങ്ങനെ ദുർവ്യാഖ്യാനങ്ങളൊന്നും ചെയ്യാതെ ചിന്തിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ഇസ്ലാം മതം പഠിപ്പിച്ചിട്ടുള്ള പണ്ഡിതന്മാർ അവരെ ഉദ്ധരിച്ചുകൊണ്ട് പിൻകാലക്കാരൊക്കെ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ 8 നൂറ്റാണ്ട് വരെ ജീവിച്ച മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഈ തൗഹീദിനെയും ശിർക്കിനെയും ഒക്കെ മനസ്സിലാക്കി പോയല്ലോ. അന്നൊന്നും ജീവിച്ച ആളുകൾക്ക് ആരാണ് മുശ്രിക്കുകളെന്ന് തിരിച്ചറിയാതെ പോയിട്ടില്ല, ആരാണ് തൗഹീദിന്റെ ആളുകളെന്ന് തിരിച്ചറിയാതെ പോയിട്ടില്ല. അതേസമയം ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ, സാധുക്കളായ നമ്മളെയൊക്കെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി തൗഹീദിനെ വിഭജിച്ചിട്ട് 2 തരം തൗഹീദ് ഉണ്ടെന്നും അതൊന്ന് റുബൂബിയത്താണെന്നും അത് മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു എന്നും വാദിക്കാൻ അവർ ഉദ്ധരിച്ചിട്ടുള്ള ആയത്തുകൾ ചെറിയ തോതിലൊരു വിശകലനം നമുക്ക് നടത്താം. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്നല്ലാഹ്. അവർ പറയും, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്, വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്നല്ലാഹ്. വേറെ ആയത്തിൽ അതിന് സമാനമായ പരാമർശങ്ങൾ ഖുർആനിൽ വിവിധ സൂറത്തുകളിൽ, ഒന്നിലധികം സൂറത്തുകളിൽ ഇത് അല്ലാഹു തആല ആവർത്തിച്ചിട്ടുണ്ട്. സംഭവം ഒരെണ്ണം തന്നെയാണ്, പലയിടത്തും വിവിധ കോലത്തിൽ അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ട്. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം. അങ്ങനെ പറഞ്ഞ അതൊക്കെ ആശയം ഒന്ന് തന്നെയാണ്. വേറെയും കാണാം ഖുർആനിൽ, കുല്ലിമനിൽ അർദു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ ചോദിച്ചു നോക്ക്, ആ മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചു നോക്ക്. ഇപ്പൊ ഈ പറഞ്ഞ ആയത്തിൽ എന്താ മനസ്സിലായത്? വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ, ആകാശഭൂമികളെ പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവര് പറയും ലയഖൂലുന്നല്ലാഹ് ഖലഖഹുന്നൽ അസീസുൽ അലീം, അസീസും അലീമുമായ അള്ളയാണതിനെ പടച്ചതെന്ന് അവർ പറയും, ഞങ്ങളെ ബിംബങ്ങളാണെന്ന് പറയില്ലാന്ന്. അപ്പൊ അവർക്ക് ഖൽഖ് എന്ന വിഷയത്തിൽ ലോകത്തെ പടച്ചവൻ, അതിനെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആണെന്ന് അവർ അംഗീകരിച്ചില്ലേ എന്നാണ് സമർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ കുല്ലിമനിൽ അർളു വമൻ ഫിഹാ ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ ചോദിച്ചു നോക്ക്, ഭൂമിയും അതിലുള്ളതുമൊക്കെ ആരുടെ ഉടമസ്ഥതയിലാണെന്ന് ചോദിച്ചു നോക്ക്. സയഖൂലൂന ലില്ലാഹ്, അവര് പറയും. സൂറത്തുൽ മുഅ്മിനൂനയിൽ അല്ലാഹു തആല പറഞ്ഞത് ഇത് അവര് ഓതാറുള്ള തെളിവാ. മക്കയിലെ മുശ്രിക്കുകൾക്ക് അതുപോലെ മറ്റു മുശ്രിക്കുകൾക്കൊക്കെ റുബൂബിയത്തിന്റെ തൗഹീദ് ഉണ്ടായിരുന്നു എന്ന് സമർത്ഥിക്കാൻ അവർ ഓതാറുള്ള തെളിവാണ്. ഭൂമിയും അതിനകത്തുള്ളതുമൊക്കെ ആരാണുണ്ടാക്കിയത്? സയഖൂലൂന ലില്ലാഹ്, അതൊക്കെ അള്ളാന്റേതാണ്. കുൽ മൻ റബ്ബുസ് സമാവാതി സബീ വറബ്ബുൽ അർശിൽ അലീം, നിങ്ങൾ ചോദിച്ചു നോക്ക്, മൻ റബ്ബുസ് സമാവാതി സബീ, 7 ആകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? വറബ്ബുൽ അർശിൽ അലീം, അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ സംരക്ഷകൻ ആരാണെന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്. ചോദിച്ചാൽ അവരെന്ത് പറയും? സയഖൂലൂന ലില്ലാഹ്, അതൊക്കെ അള്ളാഹുവിന്റേതാണെന്ന് അവർ പറയും. അതുപോലെ വീണ്ടും കുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ. എല്ലാ വസ്തുവിന്റെയും ഉടമാവകാശം ആരുടേതാണ്? വഹുവ യുജീറു വലാ യുജാറു അലൈഹി, അവൻ എല്ലാരെയും സഹായിക്കും, അവൻ എതിരിൽ മറ്റൊരാൾക്കും സഹായിക്കാൻ കഴിയില്ല. അങ്ങനത്തവൻ ആരാണ് എന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്. സയഖൂലൂന ലില്ലാഹ്, അവര് പറയും അതൊക്കെ അള്ളാന്റെ മാത്രമാണ് എന്നവർ പറയും. ഈ പറയുന്നത് വെച്ചുകൊണ്ട് അവർ പറയുന്നു
അപ്പൊ ഇവരിങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ആകാശം പടച്ചതാരാ? അള്ളയാണ്. ഭൂമി പടച്ചതാരാ? അള്ളയാണ്. മഴ തരുന്നതാരാ? അള്ളയാണ്. എന്നാലും ഞങ്ങളെ ബിംബങ്ങളെയൊക്കെ ആരാധിക്കാം. അപ്പൊ ആരാധിക്കുന്ന വിഷയത്തിലേ അവർക്ക് ശിർക്കുള്ളൂ. ഈ ലോകവും പ്രപഞ്ചവും ഒക്കെ പരിപാലിക്കുന്നത് അള്ള തന്നെയാണ്. അപ്പൊ റുബൂബിയത്തിന്റെ തൗഹീദ് മക്കത്തെ മുശ്രിക്കുകൾ അള്ളാഹ്ക്ക് വകവെച്ചു കൊടുത്തിരുന്നു. ഇത്തരം ആയത്തുകൾ വെച്ചുകൊണ്ട് തെളിവെടുക്കണം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, യഥാർത്ഥത്തിൽ മുശ്രിക്കുകൾ ഈ മറുപടി പറഞ്ഞത് എന്തുകൊണ്ടാണ്? അവരെ മനസ്സിലുള്ള ശരിയല്ല ആ പറഞ്ഞതെന്നാണ്. എന്തുകൊണ്ട്? ആ ആയത്തുകൾ ഓതിയാൽ തൊട്ടടുത്ത് തന്നെ പിന്നെ അള്ളാഹു അവരെ കുറിച്ച് പറയുന്നത് കണ്ടോ, ബൽ ആതൈനാഹും ബിൽ ഹഖി വഇന്നഹും ലകാദിബൂൻ. അവർ നുണ പറയാണ്. അള്ള പറയുന്നു അവർ നുണ പറയാണ്. ഏത് നുണ? ഈ പറഞ്ഞ ആയത്തുകളൊക്കെ മൻ റബ്ബുസ്സമാവാത്തി സബീ വ റബ്ബുൽ അർശിൽ അലീം. റബ്ബുസ്സമാവാത്തി സബീ, 7 ആകാശങ്ങളെ തമ്പുരാനാരാണ്? അർശിന്റെ ഉടമ റബ്ബ്, പരിരക്ഷകൻ ആരാണെന്ന് ചോദിച്ചാൽ സയഖൂലൂന ലില്ലാ. അതൊക്കെ അള്ളാന്റെ തന്നെ ഒരു പറയുന്ന ആളോലെ വാക്ക്. അള്ള പറയുന്നു ഇന്നഹും ലകാദിബൂൻ, അവർ നുണ പറയാണ്. അപ്പൊ ഈ പറഞ്ഞ നുണയാണോ? അള്ളാന്റെ തന്നെയല്ലേ? ആകാശവും ഭൂമിയും ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അവർ അവിടെയും പറയുന്നു സയഖൂലൂന ലില്ലാ, അള്ളാഹുവിൻ്റെതാണ്. അതുപോലെ മംബിയദി മലക്കൂത്ത് കുല്ലി ഷൈഇൻ, ആരുടെ കയ്യിലാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥത എന്ന് ചോദിച്ചാൽ സയഖൂലൂന ലില്ലാ, അവര് പറയും അതൊക്കെ അള്ളാഹുവിൻ്റെതാണെന്ന്. ഇത് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് ബൽ അത്തൈനാഹും ബിൽ ഹഖി വഇന്നഹും ലകാദിബൂൻ, അവർ കളവ് പറഞ്ഞവരാണ്. അവര് കളവ് പറഞ്ഞവരാണെന്നതിന്റെ അർത്ഥം എന്താ? അവരാ പറഞ്ഞ സംഗതികൾ കളവ എന്നല്ല, അവര് കളവിലാണ്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരാണ്. ഒരാള് നുണ പറയുന്നവനാകൽ എപ്പോഴാണ്? ഒരാൾ നുണ പറയുന്നത് അയാളെ മനസ്സിലുള്ളതിന് വിരുദ്ധം പറയുമ്പോഴാണ്. മനസ്സിലുള്ളത് അങ്ങനെയാണെന്ന് കരുതി പറഞ്ഞോ നുണറിഞ്ഞോനല്ല. ഏത് കാര്യം അങ്ങനെ തന്നെയല്ലേ? ഞാൻ മനസ്സിലാക്കിയത് പോലെ ഞാൻ പറഞ്ഞാൽ ആ മനസ്സിലാക്കിയടുത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ നുണ പറഞ്ഞോനാവൂല. അത് തെറ്റ് ബോധ്യപ്പെടുമ്പോ ഞാൻ തിരുത്തിയാൽ മതി. പിന്നെ അതന്നെ പറഞ്ഞാലാണ് നുണയാകുക. അതേസമയം ഇവരെ കുറിച്ച് അല്ലാഹു തആല ഇതൊക്കെ പറയുമ്പോ വലയിൻ സാൽത്തും മൻ ഖലഖസ്സമാവാതി വല്ലദല യഖൂലുന്നല്ലാഹ്, ആകാശഭൂമിയെ പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവിടെ അവർ പറയൂ അള്ള തന്നെയാണെന്ന്. നിങ്ങൾക്ക് വെള്ളം തന്നതാരാ? അള്ള തന്നെയാണെന്ന് അവർ പറയുന്നു. ആ പറയുന്ന വിഷയത്തിൽ അവർ സത്യം പറയുകയല്ല, ആ സംഗതികൾ സത്യമാണ്. പക്ഷെ അവര് പറയുന്നത് വിശ്വസിച്ച് പറയല്ല. അപ്പോ മനസ്സിലുള്ളതിന്റെ എതിര് പറയുന്നു, അത് കളവാകുന്നു എന്നാ. ഏതുപോലൊരു ഉദാഹരണം മുനാഫിക്കീങ്ങളെ കുറിച്ച് സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇതേമാതിരി മറ്റൊന്ന്, ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അല്ലാ, എന്താണ് അല്ലാഹു തആല അവിടെ പറഞ്ഞത്? ഇദാ ജാഅക്കൽ മുനാഫിഖൂൻ, മുനാഫിക്കീങ്ങൾ. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിനെ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് അവരെന്താണ് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടത്തിലാണ് അവരുള്ളത്, മുസ്ലിമീങ്ങളാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും നിഫാഖിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി തങ്ങളുള്ള കാലത്ത് വഹയ് മുഖേന ആരൊക്കെയാണ് മുനാഫിക്കുകളെന്ന് അള്ളാഹുവിന്റെ റസൂലിന് വിവരം കിട്ടിയിരുന്നു. ഇന്ന് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരാളെ കുറിച്ചും നിഫാഖ് കൊണ്ട് ആക്ഷേപിക്കാനൊന്നും പാടില്ല. ഇസ്ലാമിന്റെ അകത്തുള്ള അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട മുഴുവൻ ആളുകളെയും വ്യക്തമായ കുഫ്രിയത്തിന്റെ ലക്ഷണങ്ങൾ, അടയാളങ്ങൾ നമ്മൾ കാണാത്തപ്പോൾ ഒരാളെയും വ്യക്തിപരമായി ആ വ്യക്തി അയാള് മുനാഫിക്കാണെന്നോ അയാള് കാഫിറാണെന്നോ നമുക്ക് പറഞ്ഞുകൂടാ. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വിവരം കിട്ടുമ്പോൾ ഇന്ന വ്യക്തികളൊക്കെ മുനാഫിക്കീങ്ങളാണെന്ന വിവരം റബ്ബിൽ നിന്ന് കിട്ടിയത് സ്വഹാബത്തിന് ആ നിലക്ക് അറിയിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്നൊക്കെ പറയുന്ന വ്യക്തി അക്കൂട്ടത്തിലായിരുന്നു. പക്ഷെ അത് തിരിയുന്നത് വരെ, അറിവ് കിട്ടുന്നത് വരെ അവര് നമ്മളൊപ്പം എന്താകും? ഇതൊന്നും ആർക്കും തിരിയാതെക്കുമ്പോ ആരും സംശയിക്കുകയൊന്നുമില്ലല്ലോ. അപ്പൊ ഈ മുനാഫിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് അവരെന്താ പറയാ? ഇദാ ജാഅക്കൽ മുനാഫിഖ് ഖാലൂ ഇന്നക ലറസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാന്റെ റസൂല് തന്നെ, നിങ്ങൾ അള്ളാന്റെ റസൂല് തന്നെ എന്നവർ പറയും.
ഈ പറയുന്നത് നിങ്ങൾ അള്ളാന്റെ റസൂൽ തന്നെ എന്ന വാക്ക് സത്യല്ലേ? അതെന്തുകൊണ്ടാണ്? ഈ അള്ളാഹു അതിനെക്കുറിച്ചാ പറയുന്നത്. ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, ആ ആയത്തിന്റെ അവസാനം അവർ നുണ പറയാണ്. ഇന്നക്കൽ റസൂലുള്ളാഹി എന്ന വാക്ക് നുണയല്ല. പിന്നെ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്. വല്ലാഹു ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യശ്ഹദു ഇന്നക ലറസൂലുഹു. അള്ളാഹു തആലാക്ക് ഉറപ്പാണ്. വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു, അള്ളാഹ്ക്ക് ഉറപ്പാണ് നിങ്ങൾ റസൂൽ തന്നെയാണെന്ന്. അത് സത്യമാണ്. പക്ഷെ മുനാഫിഖീങ്ങൾ ഈ പറഞ്ഞത്, അവര് സാക്ഷ്യം വഹിച്ചത് ഖാലു നശ്ഹദു ഇന്നക റസൂലുള്ളാഹ്, നീ അള്ളാഹുവിന്റെ റസൂല് തന്നെയെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നാ. അതായതിന്റെ അർത്ഥം എന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ മുസ്ലിമീങ്ങളും പറയുമ്പോൾ ഓലും പറയും. എന്നിട്ടോ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാന്റെ റസൂല് തന്നെയാണ് എന്ന് അവരാ സാക്ഷ്യപ്പെടുത്തിയത് കളവാണ്. അതിനെക്കുറിച്ച് അള്ളാഹു തആല പറയാണ്, വല്ലാഹു യശ്ഹദു, അള്ളാഹ് സാക്ഷ്യം വഹിക്കുന്നു, ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, മുനാഫിഖീങ്ങൾ ആ പ്രഖ്യാപിച്ചത് നുണയാണ്. അവർ പ്രഖ്യാപിച്ചിരിക്കാണ് നിങ്ങൾ അള്ളാന്റെ റസൂല് തന്നെയെന്ന്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് അതിങ്ങനെ പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപനം കളവാണ്. യഥാർത്ഥത്തിൽ അവരിൽ അതില്ല. ഇതേപോലെ തന്നെ അള്ളാഹു തആല മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ബുദ്ധിപരമായ ന്യായമായ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർ പറയുന്ന ഈ മറുപടി, ലോകം പടച്ചത് ആരാണ്, ആകാശം പടച്ചത് ആരാണ്, അതിനെ സംരക്ഷിച്ച് പോറ്റി നിലനിർത്തുന്നവൻ ആരാണ്, ഈ പ്രപഞ്ചത്തിന്റെ കൂർവ്വ നിലനിർത്തുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അള്ളാഹു ആണെന്നതല്ലാത്തൊരു മറുപടി ന്യായം കൊണ്ട് അവർക്ക് പറയാനില്ല. അതാണ് ബൽ അത്തൈനാഹും ബിൽ ഹഖി. ഉണ്ടോ? സത്യത്തിന്റെ ആ വിവരമൊക്കെ അവരെയൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ അള്ളാഹ് തന്നെയാണെന്ന് പോലെ പറയണത് ഓലെ മനസ്സിലില്ലാത്തതാ. അത് നുണയാണ്. അവർക്ക് അങ്ങനെ ഒരു റുബൂബിയത്തിന്റെ ഭാഗത്തേക്ക് ചേർക്കാവുന്ന ആ തൗഹീദും അവരെയൊക്കെ ഇല്ല എന്നാണ് അള്ളാഹു തആല സമർത്ഥിച്ചത്. അത് ഇന്നഹും ലകാദിബൂൻ എന്ന ആ ഒറ്റ വാക്കുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകളുടെ വാചകങ്ങളിൽ അവരുടെ സത്യസന്ധത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കേരളത്തിലെ തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്ന നമ്മളെ വഹാബിയക്ക് മക്കത്തെ മുശ്രിക്കീങ്ങൾ സത്യം പറഞ്ഞോലാക്കാൻ വല്ലാത്ത തത്രപ്പാടാണ്. അത് ഓല് നുണ പറഞ്ഞു എന്ന് വന്നാൽ ഭയങ്കര സങ്കടായിറ്റങ്ങൾക്ക്. എന്താ പറയുക, മക്കത്തെ മുശ്രിക്കീങ്ങൾ പറയണ വാക്കൊക്കെ നേരായിരുന്നു അല്ലേ? മക്കത്തെ മുശ്രിക്കുകൾ നമ്മളെക്കുറിച്ച് ആക്ഷേപിക്കാറുള്ള വേറൊന്നുണ്ടല്ലോ. നമ്മള് പൂർവ്വകാലക്കാരായ ആളുകളുടെ പാരമ്പര്യം അവകാശപ്പെടും സുന്നത്തി ജമാഅത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും. ഈ ദീനിന് പാരമ്പര്യം കൊണ്ട് തന്നെയാണ് നിലനിർത്തേണ്ടത്. അത് മറ്റൊരു ചർച്ചയാണ്. പാരമ്പര്യം പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടമായതുകൊണ്ട് തന്നെ അത് ഇടമുറിയാതെ കൈമാറി പോരുന്ന ദീൻ തന്നെയാണ്. എല്ലാ കാലത്തും സത്യത്തിന്റെ മേൽ നിലനിൽക്കുന്ന ഒരു വിഭാഗം ഈ ഉമ്മത്തിലുണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഈ ദീൻ നിലനിൽക്കുന്നതാണ് പറഞ്ഞത്. 1400 ചില്ലാന കൊല്ലങ്ങൾക്ക് മുമ്പ്, 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച അതിൽ നിന്നൊന്നും പോകാതെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ അത് കിട്ടാത്തൊരു കാലഘട്ടം, അത് നിലനിർത്താത്ത ഒരു യുഗം ഇതിന്റെ അടിയിൽ വന്നിട്ടില്ല. ഇത് പാരമ്പര്യം കൊണ്ടല്ലാതെ ഓരോരുത്തനോട് ഓരോ നബി വന്നിട്ട് കാര്യം പറയൂ. അപ്പൊ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ ദീനിന്റെ മറ്റൊരു മുഖമുദ്ര തന്നെയാണ്. അത് പറയുമ്പോ പാരമ്പര്യത്തെ കളിയാക്കിയും അതിനെ എതിർക്കാനും ഒക്കെ പറയുന്ന ആളുകള് നമ്മളോട് പറയാറുണ്ട്. നമ്മൾ പാരമ്പര്യം പറയുമ്പോ ഇത് ഞങ്ങളെ പൂർവികരിങ്ങനെ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ അതന്നെയാണ് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത്. ഖാലൂമാ വജദ്നാ അലൈഹി ആബാഅന മാ അൽഫൈനാ അലൈഹി ആബാഅന. ഇത് അവർ നമുക്കെതിരെ ഓതാറുണ്ട്. അവിടെയും സത്യത്തില് മക്കത്തെ മുശ്രിക്കുകളുടെ നിലപാട് ശരിയല്ലല്ലോ. എന്നിട്ട് അവരെ ന്യായീകരിക്കാനല്ലേ നമുക്കെതിരിൽ അത് ഇവർ ഓതുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ യഥാർത്ഥത്തില് വേറെ മറുപടി ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെ പൂർവികനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞത്. അവിടെ അതിന് അല്ലാഹു തആല അന്നേരം തന്നെ ചോദിച്ചിട്ടുണ്ട്. മാ വജദ്നാ അലൈഹി ആബാഅന എന്ന് ഖുർആനിൽ എവിടെയൊക്കെ പറഞ്ഞോ അവിടെയൊക്കെ ശേഷോദ്യൊക്കെ കാണും. അവലോകാന ആബാഉക്കും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. നിങ്ങളെ പൂർവികരായ പിതാക്കന്മാര് ഒരു ഇൽമും കിട്ടാത്തവരും ഹിദായത്തിൽ എത്താത്തവരും ആയിരുന്നില്ലേ? ആ പിതാക്കന്മാരെ എങ്ങനെയാണ് നിങ്ങൾ മാതൃകയാക്കുക എന്ന് ഖുർആൻ ചോദിക്കുമ്പോ ഖുർആന്റെ ചോദ്യം തന്നെ
ഹിദായത്ത് കിട്ടിയവരും പിന്നെ വിവരം പഠിച്ചവരുമായ നിങ്ങളെ പൂർവീകരെ നിങ്ങൾ മാതൃക ആക്കണമെന്നാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതതിന്റെ വ്യക്തമായ നിർദ്ദേശമല്ലേ. തന്നെയുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന എന്ന ഹദീസ് അവസാന കാലത്ത് വരാൻ പോകും ദീനിന്റെ ഉള്ളിൽ ഫിത്ന ഉണ്ടാക്കുന്ന അമിതമായി കളവ് പറയുന്ന ആളുകൾ വരുമെന്ന് പറഞ്ഞിടത്ത് തുടക്കത്തിലെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു യൗതൂനക്കും ബിമാലൻ തസ്മഉ അൻതും വല ആബാവുക്കും. ഇവിടെ റസൂലുള്ളാഹിനോട് ചോദിച്ചൂടേനോ ഈ ആബാവുക്കും എന്ന് പറഞ്ഞത് മക്കാ മുശ്രിക്കുകളെ മറുപടിയല്ലേ, അത് നമുക്ക് വരാൻ പാടുണ്ടോ എന്ന് ഏതെങ്കിലും ഒരു സഹാബി ചോദിച്ചോ? അപ്പോ ആ പറഞ്ഞത് പിൽക്കാലക്കാർക്ക് വേണ്ടിയാണ് റസൂലുള്ള പറയുന്നത്. മക്കത്തെ മുശ്രിക്കുകൾ ആ സഹാബത്തിന്റെ മുമ്പിലുള്ളവരാണ്. റസൂലുള്ള വരുന്നത് വരെ ഈ സഹാബികളായിരുന്നവരും ആ കൂട്ടത്തിൽ തന്നെയാണ്. അപ്പോ ആ സഹാബികളായ ആളുകൾക്ക് അവരെ വാപ്പമാരെ റസൂലുള്ള പറഞ്ഞ ഈ വാക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ നിവൃത്തിയില്ലല്ലോ. റസൂലുള്ള ഈ സഹാബത്തിനോടല്ലേ പറയുന്നത് യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, ദജ്ജാലീങ്ങളും കദ്ദാബീങ്ങളുമായ ആളുകൾ വരും. എങ്ങനെ? യൗതൂനക്കും, അവർ നിങ്ങളെ സമീപിക്കുന്നത് ബിമാലം തസ്മഉ അൻതും വലാബാവുക്കും, നിങ്ങളും നിങ്ങളെ വാപ്പമാരും. ആ സഹാബത്തിന് അറിയാം ഈ പറയുന്ന നമ്മളെ വാപ്പാരെ പറ്റി അല്ല, ആ സഹാബികളെ വാപ്പാരെ, അവരെ വാപ്പാരെ തലമുറ എന്ന് പറഞ്ഞ ആ മുശ്രിക്കുകൾ അവകാശപ്പെട്ട അതേ വാപ്പാരാണ്, അതേ സൈസ് വാപ്പാരാണ്. പിന്നെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നത് തുടക്കത്തിലെ യകൂനു ഫി ആഖിരി സമാൻ, കാലം കുറെ പിന്നിട്ടാലെന്നുണ്ട്. ആ പിന്നിട്ടാലെന്ന് പറയുമ്പോ അവിടേക്ക് എത്തുന്നത് വരെയുള്ള ഇനി അങ്ങോട്ടുള്ള നല്ല മുസ്ലിമീങ്ങൾ ജീവിച്ചു പോയ ശേഷം എന്നാണ് അതിനർത്ഥം. അപ്പൊ അവര് പൂർവീകരായ നല്ല പിതാക്കന്മാരാണ്. ആ പിതാക്കന്മാര് പറയാത്തത് പറയുന്നവർ ബാക്കിൽ വരും എന്നാണെന്ന് മനസ്സിലാകാൻ തോന ബുദ്ധിയൊന്നും വേണ്ട, കൂടുതൽ ബുദ്ധിയൊന്നും വേണ്ട. അല്ലെങ്കിൽ ഈ വഹാബികൾ ചോദിക്കണമാതിരി യൗതൂനക്കും ബിമാലൻ തസ്മഉ അൻതും വല ആബാവുക്കും റസൂലുള്ള പറയുമ്പോ തന്നെ അത് മുശ്രിക്കീങ്ങൾ നമ്മളോട് പറഞ്ഞ മറുപടിയല്ലേ, അത് പറയാൻ പറ്റുമോ എന്ന് അവർ ചോദിക്കണ്ടേ? ഈ മക്ക മുശ്രിക്കീങ്ങളെ മറുപടിയാണെന്ന് അതെന്ന് നമ്മളോട് പറയുന്ന ഈ വഹാബികൾ ഇവരെ പോലെയാണ് ആ സഹാബാക്കള് വഹാബികളല്ലല്ലോ സുഹൃത്തുക്കളെ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവരെ അവരോട് ഖിയാസാക്കണ്ട, ഇരിക്കട്ടെ. അവർ നമ്മൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി പിന്നിൽ വരാൻ പോകുന്ന തലമുറക്ക് അവരുടെ മുന്നിൽ പോയ ഈ വിഭാഗം വരുന്നത് വരെയുള്ള അതിന്റെ ഇടയിൽ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പിതാക്കന്മാരെ തലമുറ ശരിയായ പാരമ്പര്യത്തിൽ ജീവിക്കുന്നവരാണ്. ആ പാരമ്പര്യത്തിന്റെ ആളുകൾ ഇത് പറയുമ്പോഴും മക്കത്തെ മുശ്രിക്കീങ്ങളെ നന്നാക്കി അത് തെളിവാക്കിയിട്ട് അവരെ വാക്ക് തെളിവാക്കി എടുത്തിട്ട് ഇങ്ങനെ പറയും വിദേഹത്തുകാരൻ. അതുപോലെയാണ് മക്കത്തെ മുശ്രിക്കുകൾ, അവർക്ക് ന്യായമായ മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ പണ്ഡിതന്മാരെ ദീനിന്റെ ഭാഗത്തുനിന്ന്, അള്ളാഹിന്റെ ഭാഗത്തുനിന്ന്, റസൂലുള്ളാഹിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോ അവിടെയൊക്കെ അവർ ഈ മറുപടികൾ പറഞ്ഞത് അത് അവരെ വാക്കിൽ ഒതുങ്ങുന്നു, അത് സത്യമല്ല അവരാ പറയുന്നത് എന്നാണ്. അതുകൊണ്ട് മക്കത്തെ മുശ്രിക്കുകൾക്ക് റുബൂബിയത്തിന്റെ തൗഹീദ് ഉണ്ട് എന്ന് സമർത്ഥിച്ച് അതിലൂടെ നമുക്ക് പിന്നെ ശിർക്ക് നമ്മളെ പിടിപെട്ടിരിക്കുന്നു എന്ന സമർത്ഥനത്തിന്റെ കുറുക്കുവഴി അബദ്ധമാകുന്നു. അത് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നമുക്ക് ചില ആയത്തുകൾ നോക്കാലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ മക്കത്തെ മുശ്രിക്കുകൾ മനസ്സിലാക്കിയിടത്ത് അവർക്ക് റുബൂബിയത്തിന്റെ തൗഹീദ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞത്. ഈ ചോദ്യങ്ങളുടെയൊക്കെ മറുപടിയിൽ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത് കളവാണ്. അത് അവരുടെ യഥാർത്ഥ മനോഗതിയല്ല. അവരെ മനസ്സിൽ അതൊക്കെ ചെയ്യുന്നത് സ്വന്തമായ കഴിവുകൊണ്ട് അവരാരാധിക്കുന്ന ദൈവങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവങ്ങളും പങ്കുള്ളവരാണെന്നോ അവരുടെ സ്വന്തമായ കഴിവുകൊണ്ട് തന്നെ ചെയ്യുന്നവരാണെന്നൊക്കെ തന്നെ വിശ്വസിക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അവർ നേര് പറയുന്ന ഒരു രംഗമുണ്ട്, നേര് പറയുന്ന രംഗം. അതെപ്പോഴാ? നരകത്തിലെത്തിയിട്ട് പിന്നെ നുണ പറയേണ്ട ആവശ്യമില്ല. നരകത്തിലെത്തിയ എല്ലാവരും സത്യം ഇങ്ങനെ പറ്റിയ അബദ്ധം വിളിച്ചു പറയും. അത് മുശ്രിക്കുകളും വിളിച്ചു പറയും.
അവർക്ക് എന്താണ് പറ്റിയത്? അത് വിളിച്ചു പറയുമെന്ന് അല്ലാഹു തആല അവരെ കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു. അവിടെ കാണത്തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ ഇത് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. ഭൂമിയിൽ ശിർക്ക് ചെയ്തിരുന്ന ആളുകളൊക്കെ അവരും ദൈവങ്ങളായി ഉപയോഗിച്ചിരുന്ന, ബിംബങ്ങളായി ഉപയോഗിച്ചിരുന്ന അവരുടെ ബിംബത്തിന്റെ കല്ലുകളും മരങ്ങളും, അതുപോലെ ഇന്നിപ്പോ പലതരത്തിലുള്ള ലോഹങ്ങൾ, സ്വർണം കൊണ്ടൊക്കെ വരെ ബിംബങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പഞ്ചലോഹങ്ങൾ കൊണ്ടുമൊക്കെ. ഈ സാധനങ്ങളെല്ലാം ആ നരകത്തിലേക്ക് അവർക്ക് വിറകായി, നരകത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരോടൊപ്പം നരകത്തിൽ കടത്തും. അപ്പൊ അതും അവര് നശിക്കാത്തതുപോലെ കത്യങ്ങൾ തീരല്ല, അത് പിന്നെയും അവിടെ ഇങ്ങനെ വീണ്ടും കത്താൻ വേണ്ടി കുല്ലമാനൽജത്ത് ജുലൂദും ബദ്ദൽനാവും ജുലൂദൻ ഓയറാവും എന്ന് പറഞ്ഞ പോലെ കരിഞ്ഞാണ് ബന്ധ് തീരൂല, അപ്പോഴേക്ക് വീണ്ടും പുതിയ തോല് വരുന്നു എന്ന പോലെ അതിങ്ങനെ എന്നും അവരോടൊപ്പം വിറകായി നിലനിൽക്കുക തന്നെ ചെയ്യും ആ ബിംബങ്ങളൊക്കെ. ആ ബിംബങ്ങളോട് ഈ ദുരിതങ്ങൾ ഇങ്ങനെ അനുഭവിക്കുമ്പോ അവിടെ വെച്ചിട്ട് ഇവര് പറയൂന്ന് അള്ളാഹ് പറയാ, തല്ലാഹിൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, ഞങ്ങൾ വഴിപേടിലായത് അള്ളയാണ് സത്യം, ഇത് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, നിങ്ങളെല്ലാവരെയും ഞങ്ങൾ റബ്ബുൽ ആലമീനോട് സമമാക്കി. റബ്ബുൽ ആലമീനോട് സമമാക്കി എന്ന് പറഞ്ഞാൽ റബ്ബ് ഇവിടെ ഉപയോഗിച്ച വാക്ക് തന്നെ പണ്ഡിതന്മാർ തെളിവെടുക്കുകയാണ്. റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ റബ്ബ്, ഇലാഹ് എന്ന് മാത്രമല്ല, ഉലൂഹിയത്തിൽ മാത്രമല്ല, റബ്ബ് റുബൂബിയത്തിലും ആ തെർബിയത്തിലും ഞങ്ങൾ നിങ്ങളെ സമമാക്കി. അപ്പൊ ലോകത്തിന്റെ തെർബിയത്തിൽ നിങ്ങൾ അള്ളാഹ്ക്ക് സമമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അതാണ് ഞങ്ങൾ പേക്കാൻ കാരണം എന്നാ ഇവിടെ ഒരു പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താനാണ് അവിടെ നരകത്തിൽ വെച്ചിട്ട് തല്ലാഹി അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്ത് അവിടുന്ന് പറഞ്ഞു. ഇവിടുന്ന് പറഞ്ഞ എങ്ങനെയും ഇവിടുന്ന് വലയിൻ സാലത്തും മൻ ഖലഖ സമാവാതി വൽ അർള ലാ യഖൂലുന്ന, അവിടെ സത്യമൊന്നുമില്ല. ഇവിടെ അള്ളാഹത്തിന്റെ സത്യത്തിന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട്, തെക്കീദിന്റെ പ്രയോഗം പറഞ്ഞിട്ടുണ്ട്. നിശ്ചയമായി അവരോട് ചോദിച്ചാൽ അവരിങ്ങനെ പറയുന്നു. പക്ഷെ ഓല വാക്കില് അള്ളാന്നേ ഉള്ളൂ, യഖൂലുന്നല്ല, അപ്പൊ അവരെ വാക്ക് അള്ളാന്നേ ഉള്ളൂ. അതേസമയം ഇവിടെ നരകത്തിൽ വെച്ച് അവര് നേര് പറയാണ്, ദുനിയാവിൽ വെച്ച് അവർ നുണ പറഞ്ഞതാണ്, അത് കഴിച്ചിലാകാൻ രക്ഷപ്പെടാനും പറഞ്ഞതാണ്, വേറെ മറുപടി ഒന്നുമില്ല. അപ്പൊ അതാണ് പറയും. അതേസമയം നരകത്തിലെത്തിയിട്ട് അവർ നേര് പറയുന്നു. അതെങ്ങനെയാണ്? പറയുമ്പോ തന്നെ അത് നേരാണെന്ന് ബോധ്യപ്പെടുത്തി പറയുന്നു. തല്ലാഹി ഇൻ കുന്നാ, അള്ളയാണ് സത്യം, ഞങ്ങള് ലഫീ ളലാലിൻ മുബീൻ, ഈ ജാതി അബദ്ധത്തിൽ പെട്ടത്. ഇത് നുസവ്വീകും, ഓ ബിംബങ്ങളെ നിങ്ങളെ ഞങ്ങൾ സമമാക്കി. ആരോട്? ബി റബ്ബിൽ ആലമീൻ, ലോകത്തിനെ തെർബിയത്ത് ചെയ്യുന്ന, അതിന്റെ റുബൂബിയത്ത് ഏറ്റെടുത്തിട്ടുള്ള അള്ളാഹുവിനോട് നിങ്ങളെ ഞങ്ങൾ സമമാക്കി. ആ അള്ളാഹുവിനോട് നിങ്ങളെ ഞങ്ങൾ സമമാക്കിയത് കൊണ്ടാണ് എന്തായത്? ഞങ്ങൾ ഈ നരകത്തിലെത്തിയത്. ഇതവര് നേര് പറയുന്ന രംഗമാണ്. മുഅ്മിനീങ്ങളെ നമുക്ക് വിശ്വസിക്കാനുള്ളത് എന്താണ്? നരകത്തിൽ വെച്ച് അവരിങ്ങനെ പറയൂന്ന് അള്ളാഹ് പറഞ്ഞെന്നാൽ അവരുടെ നേര് അതായിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുനിയാവിൽ വെച്ച് തന്നെ അവര് തസ്ബിയത്തും ബി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനോട് അവർ സമപ്പെടുത്തിയിരുന്നു, അല്ലാഹു തആലാനോട് സമപ്പെടുത്തിയിരുന്നു. അതാണ് ഇമാം റാസി തങ്ങള് വദല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞ ആയത്തിന്റെ അവിടെ പറഞ്ഞിട്ടുണ്ട്. വല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ, നരകത്തിൽ കടന്ന ആ കടന്നതിന്റെ ശേഷം തന്നെ അതും പറയുന്നത്, അത് നരകത്തിൽ കടന്നതിന് ശേഷമുള്ള അവരെ അവസ്ഥയെ പറ്റി പറഞ്ഞതാണ്. അല്ലാഹു തആല വല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ, അവർ നിർമ്മിച്ചു പറഞ്ഞിരുന്ന പച്ചക്കള്ളങ്ങളെല്ലാം അവരെ വഴിവേപ്പിച്ചു എന്ന പരാമർശം ആ പിഴവർക്ക് ബോധ്യപ്പെട്ടു എന്ന് നരകത്തിലെത്തിയ ശേഷം അവരെ സംബന്ധിച്ച് അല്ലാഹു തആല പറയും. അത് പറഞ്ഞിടത്ത് ഇമാം റാസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തിൽക സിഫാത്തുല്ലത്തി തഖയ്യലുഹാ ഫി അസ്നാമിഹിം അന്നഹാ തുദുറു വ തൻഫഉ വ തശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി. കണ്ടോ? തിൽക സിഫാത്തുല്ലത്തി തഖയ്യലുഹാ ഫി അസ്നാമിഹിം, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അതുപോലെ മറ്റെല്ലാ മുശ്രിക്കുകളും അവരുടെ ബിംബങ്ങളെ കുറിച്ച് വിചാരിച്ചു വെച്ചത്, മനസ്സിലാക്കി വെച്ചത്, അവരെ മനസ്സിൽ ഉണ്ടായിരുന്നത്, ഖയാൽ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതെന്ന. തിൽക സിഫാത്തുല്ലത്തി തഖയ്യലുഹാ ഫി അസ്നാമിഹിം, മുശ്രിക്കുകളൊക്കെ അവരെ ബിംബങ്ങളെ സംബന്ധിച്ച് അവരെ ഖയാലിൽ, അവരെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്തായിരുന്നു?
അന്നഹാ തദുറു, ആ ബിംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയും, വതൻഫഉ, ഉപകാരം ചെയ്യാനും കഴിയും, വതശ്ഫഉ ഇൻദല്ലാഹ്, അള്ളാന്റെ അടുത്ത് പോയിട്ട് നിർദ്ദേശിക്കാനും കഴിയും, ബിഗൈരി ഇദ്നിഹി, അള്ളാന്റെ ഒരു സമ്മതം അനുവാദം അതിന് വേണ്ട, അള്ളാഹുവിന്റെ സമ്മതം അനുവാദം ഒന്നും അതിന് വേണ്ട, അതൊന്നും ഇല്ലാതെ തന്നെ സാധ്യമാവുന്ന. അപ്പൊ സ്വന്തമായ നിലക്ക് ഇവിടെയാണ് അവരെ തൗഹീദ് പോയത്. ഇതൊക്കെ തർബിയത്തിന്റെ ഭാഗങ്ങളല്ലേ, ഉപകാരം ചെയ്യല്, ഉപദ്രവം ചെയ്യല്, ശഫാഅത്ത് ചെയ്യല്, അപ്പൊ ഭൂമിയെ സൃഷ്ടിക്കല്, ഹൽക്ക്. അള്ളാഹു തആല അവരോട് എന്തൊക്കെ ചോദിച്ചോ ആ ചോദ്യത്തിന്റെ അവിടെ എവിടെയൊക്കെ അള്ളാഹ് എന്നൊരു മറുപടി പറഞ്ഞോ ആ പറഞ്ഞിടത്തൊക്കെ അവരെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ആ പറഞ്ഞ വാക്ക് ഒരു കെദിബായിട്ട് ഉള്ളിലുള്ളതിന്റെ എതിരിൽ പറഞ്ഞതാണ്. ഉള്ളിലുള്ള യഥാർത്ഥം അവർ നരകത്തിലെത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇതാണ്, ഇത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനുസവ്വീക്കും ബി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനോട് നിങ്ങളെ ഞങ്ങൾ സമമാക്കിയത് കൊണ്ടാണ്. കണ്ടോ? അതുകൊണ്ട് തൗഹീദിന്റെ വിഭജനം, ഖുർആനിന് ഒരുപാട് ആയത്തുകൾ വേറെയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. റുബൂബിയത്തിന്റെ തൗഹീദ് അവർക്കുണ്ടായിരുന്നു എന്ന് മക്കത്തെ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും അത് പ്രായോഗികമല്ല. വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ, ഇദൻ വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. മുഅ്മിനീങ്ങളായ ആളുകളെ മുശ്രിക്കീങ്ങൾ നാട് കടത്തിയതിനെ കുറിച്ച് അല്ലാഹു തആല പറയാ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ കുറിച്ച് വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ, നിരപരാധികളായി മുഅ്മിനീങ്ങളെ അവർ താമസ സ്ഥലത്ത് നിന്നും ഇറക്കിവിട്ട ആളുകൾ അവർ ചെയ്ത തെറ്റെന്താ? ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങൾ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞു. കണ്ടോ? റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞതിന് റബ്ബ് അള്ള തന്നെ എന്ന് മുശ്രിക്കീങ്ങൾക്ക് വാദം അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ അതിനെന്തിനാ അവർ ഇറക്കി വിടുന്നത്? ഇത് അള്ള ചോദിക്കുന്നത്. വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. അതുപോലെ മറ്റൊരായത്തിൽ അല്ലാഹു തആല സൂറത്തുൽ ഹജ്ജിലാണ് ഞാൻ ഓതിയത്. സൂറത്തുൽ ഇസ്രായിൽ അള്ള പറയുന്നു, വൈദാ ദക്കർത റബ്ബക ഫിൽ ഖുർആനി വഹ്ദഹു വല്ലൗ അലാ ദുബാരിഹിം നുഫൂറാ. വൈദാ ദക്കർത റബ്ബക, വൈദാ ദക്കർത റബ്ബക ഫിൽ ഖുർആൻ, ഖുർആനിൽ നിങ്ങളുടെ റബ്ബിനെ, വഹ്ദഹു നിങ്ങളുടെ റബ്ബിനെ മാത്രം നിങ്ങൾ പറഞ്ഞാൽ, റബ്ബായിട്ട് അള്ള മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും, മനസ്സിലായോ? അവിടെ ഇലാഹ് ഇബാദത്തിന്റെ അർഹനാവുന്ന അതിലേക്ക് മാത്രമല്ല, തർബിയത്തിന്റെ ഭാഗമായി വൈദാ ദക്കർത റബ്ബക ഫിൽ ഖുർആൻ, ഖുർആനിൽ നിങ്ങൾ റബ്ബിനെ സ്വന്തമായി പറഞ്ഞാൽ വല്ലൗ അലാ ദുബാരിഹിം നുഫൂറാ, അവർ അത് ശ്രവിക്കാൻ നിൽക്കാതെ അവിടുന്ന് പിന്തിരിഞ്ഞു പോകും. അത് കേട്ട് കേടേണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കൊണ്ടുപോകും. ഇനി അല്ലാഹു തആല ചോദിച്ചോണ്ടോ, അർബാബും മുത്തഫർരിഖൂന അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അർബാബ് മുത്തഫർരിഖൂന അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു. അക്കാലത്തുണ്ടായിരുന്ന മുശ്രിക്കുകളോടാ ചോദിച്ചത്. അന്നും മുശ്രിക്കുകൾ അങ്ങനെ തന്നെ. അർബാബുൻ മുത്തഫർരിഖൂന അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, വ്യത്യസ്തങ്ങളായ ഒരുപാട് റബ്ബുകളാണോ, അതല്ല ചങ്ങാതിമാരെ ഒറ്റ റബ്ബായ അള്ളാഹുവിനെ സ്വീകരിക്കലാണോ ഖൈറ്? അർബാബും മുത്തഫർരിഖൂന അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഇങ്ങനെ ഖുർആനിന്റെ മറ്റു ഭാഗത്തെ പരാമർശങ്ങൾ നോക്കിയാലും സുന്നികളെ എല്ലാം ശിർക്കിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടി തൗഹീദിനെ വിഭജിച്ചുകൊണ്ട് നടത്തിയ ആ നാടകം പരിശുദ്ധ ഖുർആനിന്റെ പാഠങ്ങൾക്കും അധ്യായങ്ങൾക്കും എതിരാണ്, ചരിത്രത്തിനും അതെതിരാണ്. 8 നൂറ്റാണ്ട് കാലം ഇബ്നു തൈമിയ വരുന്നത് വരെ ജീവിച്ച ഒരാൾക്കും ഇങ്ങനെ ഒരു തൗഹീദ് 2 തരത്തിൽ 2 പേരുകൊണ്ട് അറിയപ്പെട്ടതായി പരിചയം ഇല്ലാത്തതാണ്. അതുകൊണ്ട് തൗഹീദിന്റെയും ശിർക്കിന്റെയും നിർവചനം പറയാൻ കഴിയാത്ത ആ വിഭാഗം അതിനെ വിഭജനം നടത്തിക്കൊണ്ട് മറ്റൊരു അബദ്ധമാണ് യഥാർത്ഥത്തിൽ സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. സുന്നികളെ മുശ്രിക്കാക്കാൻ ഈ അബദ്ധം അവർ ചെയ്തത് യഥാർത്ഥത്തിൽ ശിർക്കിന്റെയും തൗഹീദിന്റെയും ശരിക്കുള്ള നിർവചനത്തെ നിർവചിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അങ്ങനെ നിർവചിക്കാൻ കഴിഞ്ഞാൽ, നിർവചിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ നിർവചിക്കേണ്ടതുപോലെ അങ്ങ് നിർവചിച്ചാൽ ഈ മുസ്ലിം ലോകം മുശ്രിക്കാന്ന് പറയാൻ വകുപ്പുണ്ടാവില്ല. അപ്പൊ ഈ പറയുന്ന കുറെ പ്രവർത്തനങ്ങൾ ശിർക്കിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി എന്തായി? ശിർക്കിനെ തൗഹീദിനെ വിഭജിച്ചുകൊണ്ട് 2 തരത്തിലുണ്ട് തൗഹീദ്. അതിൽ ഒരു വിഭാഗം മക്കത്തെ മുശ്രികൾക്ക് ഉണ്ട്. പിന്നെ അതുകൊണ്ട് ഔലിയാക്കന്മാരൊക്കെ
കാര്യത്തിലുള്ള നിലപാട് മക്കത്തെ മുശ്രിക്കീങ്ങൾക്കുള്ള ബിംബങ്ങളെ കാര്യത്തിലുള്ള നിലപാടിന് സമാനമാകുന്നു. അപ്പോ അവർക്കുള്ളതുപോലത്തെ ശിർക്കിലാണ് നമ്മളൊക്കെ ഉള്ളതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ ചെയ്ത ഒരു കുതന്ത്രമാകുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ വ്യക്തമായി നാം ഇതൊക്കെ പറയുമ്പോ ദീനിന്റെ പണ്ഡിതന്മാർ, യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമ്മത്തുകൾ, ദീനിന്റെ ഇമാമുകൾ, അത് 1-ാം നൂറ്റാണ്ട് മുതൽ ജീവിച്ചു വന്ന, തലമുറകളായി കൈമാറിയ, ഒരിക്കലും അറ്റുപോയിട്ടില്ലാത്ത, എല്ലാ കാലത്തും റസൂലുള്ളാഹി തങ്ങൾ നിലനിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ദീനിന്റെ ഒരു അധ്യായങ്ങളിലും ഇത്തരം പാഠങ്ങൾ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തൗഹീദിന്റെ നിർവചനം നമ്മൾ പറഞ്ഞിടത്തേക്ക്, ഞാൻ നേരത്തെയുള്ള ക്ലാസുകളിൽ പറഞ്ഞിടത്തേക്ക് മടങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതെന്താണ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുഴുവൻ സിഫാത്തുകളും, അള്ളാഹുവിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും, അള്ളാഹു എന്ന ആ സത്തയും, അതെല്ലാം അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് സ്വയം പര്യാപ്തതയുടെ മാനദണ്ഡത്തിലാകുന്നു. സ്വയം പര്യാപ്തതയുടെ മാനദണ്ഡത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ, അള്ളാഹിന്റെ സിഫത്തുകളെ മനസ്സിലാക്കിയാൽ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിയാൽ, അള്ളാഹുവിനെ അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്ത് ഇവിടെ ചെയ്താലും അത് അള്ളാഹുവിന് സമാനമായി മറ്റൊരാളെ സ്ഥാപിക്കൽ എന്ന ശിർക്ക് ആവുന്നില്ല. സ്വയം പര്യാപ്തത എല്ലാ കാര്യത്തിനും വകവെച്ചു കൊടുക്കലാണ് തൗഹീദ് എങ്കിൽ, ആ തൗഹീദ് പൊളിയണോ? മുഴുവൻ കാര്യത്തിലും വകവെക്കേണ്ട ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും മറ്റൊരാൾക്ക് സ്വയം പര്യാപ്തത കൊടുത്താൽ മതി. അപ്പോ അള്ളാഹുവിൽ നിക്ഷിപ്തമായ തൗഹീദ് പൊളിയൽ അപ്പോഴാണ്. തൗഹീദ് പൊളിയാന്ന് പറഞ്ഞാൽ എന്താ? ശിർക്ക് വരിക എന്നാണല്ലോ. ശിർക്ക് പൊളിയാന്ന് പറഞ്ഞാൽ തൗഹീദ് വരിക എന്നാണ്, അല്ലേ? അയിമ്മത്തുകളൊക്കെ ചർച്ചയിൽ കാണാം, നഖീലു കുല്ലി ശൈഇൻ റഫ്ഉഹുന, ഏതൊരു വസ്തുവിന്റെയും ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആ വസ്തു ഇല്ലാതാവലാണ്. അപ്പോ അള്ളാഹു തആലാന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കാര്യത്തിലും സ്വയം പര്യാപ്തത അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും സ്വന്തമായ ഒന്നുമില്ല. അത് ഭൗതിക തലത്തിലായാലും ഇല്ല, അഭൗതിക ആയാലും ഇല്ല. അപ്പൊ പിന്നെ അള്ളാഹുവിനെ അവലംബിച്ചുകൊണ്ട് ഒരാൾക്ക് ഭൗതിക തലത്തിലോ അഭൗതിക തലത്തിലോ ഉണ്ടായി, കിട്ടി, ലഭിച്ചു, നടന്നു, നടക്കും എന്നൊരാൾ പറയുന്നത് തൗഹീദിന് വിരുദ്ധമല്ല. അത് നടന്നിട്ടുണ്ടോ, നടക്കുന്നുണ്ടോ, നടക്കാത്തോടത്ത് പറയുന്നുണ്ടോ, നടക്കാത്ത ആളെ പറ്റി പറയുന്നുണ്ടോ, അത് ചരിത്രം കൊണ്ട് വേറെ പരിശോധിക്കേണ്ടതാണ്. നമ്മളെ ചർച്ച അവിടെയല്ല. നമ്മുടെ ചർച്ച തൗഹീദ് എന്നത് എവിടെയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ ഏത് വിശ്വാസമാണ് തൗഹീദിനെ പൊളിച്ചത്, ഏത് വിശ്വാസമാണ് ശിർക്കിലേക്ക് കൂട്ടിയത്, അവിടെയാണ് നമ്മൾ പോയിന്റ്. അത് ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വിഭജനമൊക്കെ നടത്തിയ നാടകം കളിച്ചത്. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകന്മാരും, ഏതൊരു പ്രവർത്തകനും സ്വയം പര്യാപ്തത മറ്റൊരാൾക്ക് വകവെച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരൊറ്റ ഒന്നിനെ, സുന്നികളെ വിശ്വാസം അങ്ങനെ തന്നെയാണ്, അതിലൊരു തർക്കമില്ല. ആ വിശ്വാസം തൗഹീദിനെതിരല്ല എന്നാണ് ഇപ്പൊ ഞാൻ വാദിക്കുന്നത്. എന്തുകൊണ്ട്? അങ്ങനെ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് മഹാനവറുകളോടുണ്ടായ മഹബത്തിന്റെ പേരിൽ മരണശേഷവും അള്ളാഹു തആല ജീവിതകാലത്ത് നിലനിർത്തി കൊടുത്ത ആ കഴിവിനെ മരിച്ചതിന് ശേഷവും നിലനിർത്തി കൊടുത്തതാണ്. അതിന് അള്ളാഹിനെ അവലംബിക്കണം ശൈഖ് അവറുകള്. ഇത് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായ സ്വയം പര്യാപ്തതയെ എവിടെയാണ് തകർക്കുന്നത്? അപ്പൊ ഈ കൃത്യമായ തൗഹീദിനെ വിദ്യാർത്ഥികാരും സമ്മതിച്ചാൽ പിന്നെ നമ്മളെ മുശ്രിക്കാക്കാൻ വകുപ്പില്ലല്ലോ. അതുകൊണ്ട് തൗഹീദിന്റെയും ശിർക്കിന്റെയും നിർവചനം ഇവർ പറയില്ല. പിന്നെ ചോദ്യം ചോദിച്ചാൽ എന്താണ് പറയാന്നറിയങ്ങള്? നിർവചനം പഠിപ്പിച്ചുകൊണ്ടുള്ള പാഠം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു എവിടുന്നോ ഞാൻ ആരോ പറയുന്നത് കേട്ടു. നബി അടുത്ത ദിവസം ഞാൻ കേട്ടു. നിർവചനം പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക കാര്യങ്ങൾ പഠിപ്പിക്കല് നബിചര്യയിലില്ല. അത് നബിചര്യയെ കുറിച്ച് അറിയാത്തോണ്ട് പറയാണ്. നിർവചനം പഠിപ്പിച്ച ധാരാളം കാര്യങ്ങൾ നിർവചിച്ചെന്നെ പഠിപ്പിച്ച ഹദീസ് തപ്പിയ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവചനം പഠിപ്പിച്ചല്ലേ, കിബറിന്റെ നിർവചനം പഠിപ്പിച്ചിട്ടില്ലേ?
സഹാബത്ത് ചോദിച്ചപ്പോഴാ പറഞ്ഞു കൊടുത്തത്. കിബിർ എന്താണ്? ഞങ്ങള് മുന്തിയ വസ്ത്രം ധരിക്കുന്നു, മുന്തിയ ചെരുപ്പ് ധരിക്കുന്നു, നല്ല ഡീസന്റിൽ നടക്കുന്നു, തങ്ങളെ ഇതൊക്കെ കിബിറാണോ? കിബിർ എന്ന് പറയുന്ന ദുസ്വഭാവം പിന്നെ ഹസനാത്തിനെ വിറകിനെ തീയ് കരിക്കും പോലെ കരിക്കുമെന്ന് പറഞ്ഞു കൊടുത്തപ്പോ സഹാബത്ത് ചോദിച്ചതാണ്. അങ്ങനെയൊക്കെ നടക്കുന്നു, മുന്തിയ വസ്ത്രം ധരിക്കുന്നു, ഇതൊക്കെ ചെയ്യുമ്പോൾ അത് കിബിറല്ലേ എന്ന് ചോദിച്ചപ്പോ അത് കിബിറല്ല. കിബിർ എന്നാൽ എന്താണെന്ന് റസൂലുള്ളാഹി തങ്ങൾ നിർവചനം പറഞ്ഞു കൊടുത്തു. അൽ കിബുറു ബത്റുൽ ഹഖി വഗംതുൻ നാസ്. ആണോ? ഇത് നിർവചനം പഠിപ്പിച്ചല്ലേ. ഇതുപോലത്തെ ധാരാളം ഹദീസുകളിൽ കാണാം. തെളിവിനൊന്നു മതി. അതുകൊണ്ട് നിർവചനം പഠിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി ദീൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് വെറുതെ പറയാണ്. നിർവചനം ചോദിച്ച് കുടുങ്ങുമ്പോ ആളുകളെ മുമ്പിൽ ഇവര് പറയുന്ന അള്ളാഹുവിന്റെ റസൂൽ നിർവചനം പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ നിർവചനം പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കേണ്ടത് അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാ സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച അയിമ്മത്തുകളും ദീനിന്റെ പണ്ഡിതന്മാരോ അവര് മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരണത്തിൽ നിന്നും പിൽക്കാലക്കാർക്ക് അത് മുഴുവൻ കാര്യങ്ങളും നിർവചനത്തിലൂടെ തന്നെ കിട്ടത്തക്ക വിധത്തിൽ എല്ലാം നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചിച്ചതൊക്കെ പരിശുദ്ധ ഖുർആനെയും ഹദീസിനെയും അവലംബിച്ച് മാത്രമാണ്, അല്ലാതെ നിർവചിച്ചിട്ടില്ല. ലൗകാന ഫീഹിമാ ആലിയത്തുൻ ഇല്ലല്ലാഹു ലഫസദത്താ എന്ന ആയത്ത് മുൻനിർത്തിയിട്ടാ ശിർക്കിനെ നിർവചിച്ചത്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്തിനെ നിർവചിച്ചിട്ട് ആ ആയത്തിനെ പഠിച്ചിട്ടാ ശിർക്കിനെ നിർവചിച്ചത്, തൗഹീദിനെ നിർവചിച്ചത്. അള്ളാഹുവിന്റെ കലാമിന്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പൊ തൗഹീദ് എന്നാൽ എന്താവണം? ആ സൂറത്തിനെ മുൻനിർത്തി ആ തൗഹീദിനെ നിർവചിച്ചത്. അതിനെ മുൻനിർത്തി തന്നെയാണ് ശിർക്ക് എന്താന്ന് മറുഭാഗം പഠിച്ചത്. എന്നിട്ട് അള്ളാഹ് ചോദിച്ചത് കണ്ടില്ലേ, ലൗകാന ഫീഹിമാ ആലിയത്തുൻ ഇല്ലല്ലാഹു ലഫസദത്താ. അല്ലാഹു തആല അല്ലാത്ത വേറെ ഒരു ഇലാഹ് ഉണ്ടെങ്കിൽ ലഫസദത്താ, ഈ പ്രപഞ്ചം ഫസാദാകുമായിരുന്നു എന്ന അള്ളാന്റെ ചോദ്യം ഈ റുബൂബിയത്തിന്റെ തൗഹീദ് അംഗീകരിച്ച ജനങ്ങളോട് അള്ളാഹ്ക്ക് ചോദിക്കാൻ പറ്റുമോ? അത് ലോകം പടച്ചോക്കെ നീ തന്നെയാണ്, നിയന്ത്രിക്കുന്നതൊക്കെ നീ തന്നെയാണ്, പരിപാലകൻ നീ തന്നെയാണ്, സംരക്ഷകൻ നീ തന്നെയാണ്. ഇങ്ങനെ ആയിരുന്നു ആ മക്കത്തെ മുശ്രിക്കീങ്ങളെങ്കിൽ അവരോട് അള്ളാഹ് ചോദിക്കുന്ന ലൗകാന ഫീഹിമാ ആലിയത്തുൻ ഇല്ലല്ലാഹു ലഫസദത്താ, അത് ഫസാദാകോ? ഇതൊക്കെ അള്ളാന്റെ മാത്രം നിയന്ത്രണത്തിലാന്ന് അവർക്ക് അഖീദ ഉണ്ട് എന്നല്ലേ ഇവർ വാദിച്ചത്. അപ്പൊ ആ ചോദ്യം നിരർത്ഥകമാണ്. കുല്ലൗകാന മഅഹു ആലിയത്തുൻ കമാ യഖൂലൂൻ ഇദല്ലബതഗു ഇലാ ദിൽ അർശി സബീല. അല്ലാഹു തആല ഇലേക്ക് അവരെല്ലാരും മറ്റു വഴികൾ തേടൂലേ? അള്ളാന്റെ അധികാരങ്ങളിൽ അവരൊക്കെ ചെന്നുകാണ്ട് പ്രവർത്തനത്തിൽ കൈകടത്തൂലേ? ഒമാക്കാന മഅഹു മിൻ ഇലാഹിൻ ഇദൻ ലദഹബ ഒമാക്കാന മഅഹു മിൻ ഇലാഹിൻ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ വല അലാ ബഅ്ളുഹും അലാ ബഅ്ളിൻ. അങ്ങനെ ഒരാളുടെ കീഴിലായി, ഒരാളുടെ അണ്ടറിലായി, ഒരാളെ അവലംബിച്ചുകൊണ്ട് അള്ളാഹു കൊടുത്ത കഴിവിൽ മറ്റൊരാൾക്ക് പലതും ചെയ്യാൻ കഴിയുന്നു എന്നത് ശിർക്കിന്റെ പരിധിയിൽ പെടുന്നുവെങ്കിൽ ഈ ചോദ്യം അവിടെ നിരർത്ഥകമാണ്. അതേസമയം മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചതും പ്രവർത്തിച്ചതും അവര് മനസ്സിൽ വെച്ച് പൂജിച്ചതുമൊക്കെ അള്ളാഹുവിനോടൊപ്പം അള്ളാനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം, അല്ലെങ്കിൽ അള്ളാനെ വിശ്വസിക്കാതെ അള്ളാനെ നിഷേധിച്ച് വേറെ കുറെ ദൈവങ്ങളെ ദൈവമായി വിശ്വസിച്ചെങ്കിൽ അതും ശിർക്ക് തന്നെയാണ്. അപ്പോ അള്ളാനെ വിശ്വസിച്ച് വേറെയും ദൈവങ്ങളെ വിശ്വസിക്കുക, ഈ ദൈവങ്ങളെയൊക്കെ അള്ളാഹ്ക്ക് സമാനമാക്കുക, സമപ്പെടുത്തി ഞങ്ങള് എന്ന് അതാ ഞങ്ങൾക്ക് പറ്റിയതെന്ന് നരകത്തിലെത്തിയിട്ട് അവർ പറയാ. ഈ ജനങ്ങളോടല്ലേ ഈ ചോദ്യങ്ങളൊക്കെ പ്രായോഗികം? നിങ്ങളെ ഈ നിലപാട് ശരിയാണെങ്കിൽ ഓരോ പടച്ചോനും മറ്റേ പടച്ചോനും തമ്മിൽ വൈരുദ്ധ്യങ്ങൾ വരില്ലേ? അതേസമയം നമ്മളുടെ നിലപാട് അള്ളാഹു ആദരിച്ച അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും മഹാന്മാരൊക്കെ ഏതാണ്? അള്ളാഹുവിന്റെ അവലംബത്തിൽ കഴിഞ്ഞ് അവന്റെ പൊരുത്തത്തിന്റെയും പ്രീതിയുടെയും പേരിൽ നാം വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങളെ ശിർക്കിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നുവെങ്കിൽ ഈ ചോദ്യങ്ങളൊന്നും മുശ്രിക്കീങ്ങളോട്, ഇങ്ങനെ ആയിരുന്നു മക്കത്തെ മുശ്രിക്കീങ്ങളും എങ്കിൽ ഈ ചോദ്യങ്ങളൊന്നും ഒരിക്കലും അവിടത്തേക്ക് ഒരിക്കലും പ്രായോഗികമാവുന്ന അല്ല എന്നാണ് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ എന്താ അറിയോ, മറ്റൊരു സ്വഭാവമുണ്ട് ഇവർക്ക് എപ്പോഴും. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെയും മഹാന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോ ഇവര് നമ്മൾ പറയുന്ന രൂപം എങ്ങനെ
യഥാർത്ഥത്തിൽ അങ്ങനല്ല സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. ഇവിടെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെല്ലാരും കൂടി അള്ളാന്റെ ഒരു പ്രതിപക്ഷത്ത് നിന്നിട്ട് അള്ളാഹ്ക്ക് എതിരിൽ ഇവരൊക്കെ പല മുന്നണി കൂടി ഇങ്ങനെയാണ് സമൂഹത്തിന്റെ മുമ്പിൽ ഇവര് ഔലിയാക്കന്മാരെ സമർപ്പിക്കാറുള്ളത്. എന്നിട്ട് അള്ളാഹ് ഔലിയാക്കന്മാരോട് തോൽക്കുക, അങ്ങനെ തന്നെ പറഞ്ഞ് പരിഹസിച്ച എത്ര മൗലവിമാരെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ പരാമർശിച്ചുകൊണ്ട് ഒരു മൗലവി ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം നമ്മൾ വെളിയങ്കോട് ഉമർ മൗലവി അല്ല, വേറെ ഒരു ഉമർ മൗലവി ഉണ്ടായിരുന്നു. അദ്ദേഹം ആ കാലത്ത് തിരൂർക്കാട് ജമാഅത്ത് ഇസ്ലാമിക്കാരെ കോളേജിൽ അധ്യാപകനായിരുന്നു. ഇലാഹിയ കോളേജ് എന്നൊരു കോളേജ് ഉണ്ട് തിരൂർക്കാട് ജമാഅത്ത് ഇസ്ലാമിക്. അവിടെ അധ്യാപനം നടത്തിയിരുന്ന ഒരു മുജാഹിദ് മൗലവി ആയിരുന്നു ഒരു ഉമർ മൗലവി. എവിടുത്താണെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിച്ചിരുന്നത്? മുഹീദ്ദീൻ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയപ്പോ കഅബ തവാഫ് ചെയ്തപ്പോ ദഫ് മുട്ടി. അങ്ങനെ ഒരു സംഭവം മാലയിൽ, റിഫായി മാലയിലുണ്ട്. അതെന്താണ് യഥാർത്ഥ സംഭവം എന്നറിയണമെങ്കിൽ ആ സംഭവം ചരിത്രം നമ്മൾ ആദ്യം ഒറിജിനാലിറ്റി പറയണം. എന്റെ വിഷയം അല്ല, ഞാൻ ആ ചരിത്രം പറയല്ല. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ദഫ് ഇഷ്ടമുള്ള ആളായിരുന്നു. ദഫ് അനുവദനീയമാണോ അല്ലേ? നമ്മുടെ ഫിഖിന്റെ കിതാബിലൊക്കെ ഉണ്ട്. കിലുക്കമില്ലാത്ത ദഫ് ജായിസാണ് എന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടി ത്വലാൽ ബദ്റു പാടിയ ആ മദീനയിലെ ആബാലവൃദ്ധം ജനങ്ങളെ കൂട്ടത്തിൽ അവരിലെ ദഫ് സംഘവും കയ്യിൽ ദഫ് മുട്ടിയിട്ട് പാടിയവരുണ്ടായിരുന്നു എന്നൊക്കെ ആ ചരിത്രം പരിശോധിച്ചാൽ കാണാം. അതുകൊണ്ട് തന്നെ ഫുഖഹാക്കള് അതിന്റെ വിധിയെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. തുഹ്ഫയിലൊക്കെ പറഞ്ഞുകൊണ്ട് യജൂസു ദഫ് ജായിസാണെന്ന് വ്യക്തമായി ഇമാം നവവി തങ്ങള് തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ. അപ്പൊ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു ഈ ദഫ് എന്ന സംഭവം. മൂപ്പര് ഹജ്ജിന് പോയപ്പോഴും കൊണ്ടുപോയിരുന്നു. കഅബയെ തവാഫ് ചെയ്തു. തവാഫ് ചെയ്യുമ്പോഴും ദഫ് കയ്യിലുണ്ട്. അപ്പൊ ഇടക്ക് മൂപ്പര് അതൊന്നും അങ്ങനെ മുട്ടും. ഇതാണ് ചരിത്രം. മുട്ടിയപ്പോ ഇത് ആരാണ് ആളെന്ന് ആർക്കറിയില്ല. അവിടെ ഹജ്ജിന് വന്ന ആർക്കും ഇത് അഹ്മദുൽ കബീർ റിഫായി ആണെന്ന് അറിയില്ല. അഹ്മദുൽ കബീർ റിഫായി എന്ന ലോകത്ത് പലരും പേര് കേട്ടിട്ടുണ്ട്. ആ വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് അന്ന് അവിടെ ഹജ്ജിനുണ്ടായിരുന്ന ആർക്കും മനസ്സിലായിരുന്നില്ല. അവിടുത്തെ അധികൃതർക്കും അറിയില്ല. അങ്ങനെ അന്ന് അധികൃതരും ഒക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർ തന്നെയാണ്. അന്ന് ഭരണകൂടമൊന്നും മാറിയിട്ടില്ലല്ലോ. അപ്പോ ആർക്കും അറിയില്ല. ഇദ്ദേഹം ഇങ്ങനെ ദഫ് മുട്ടിയപ്പോ ദഫ് മുട്ടുന്നതിനെ എന്തായി? തടഞ്ഞു. ആളുകൾ തടഞ്ഞു. അത് ദഫ് അനുവദനീയമല്ലാത്ത എന്ന വിചാരം കൊണ്ടല്ല. പിന്നെയോ കഅബ തവാഫ് ചെയ്തപ്പോ അവിടെ ഇപ്പൊ എന്തിനാ അനുവദനീയമാണെങ്കിലും ഇപ്പൊ അവിടെ എന്തിനാ ദഫ്? അതൊരു ഒരു മറ്റൊരു നിലവാരമുള്ള വസ്തുവാണല്ലോ എന്ന ചിന്തയാണ് സാധാരണഗതിയിൽ പോവുക. അപ്പൊ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ദഫ് ഉണ്ടായിരുന്നു. മൂപ്പരിങ്ങനെ മുട്ടിയപ്പോ ആളുകൾ ദഫ് മുട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. മൂപ്പരെ തടഞ്ഞു. മൂപ്പരെ തടഞ്ഞപ്പോ മൂപ്പര് കൂട്ടാക്കിയില്ല. ദഫ് മുട്ടിട്ട് തന്നെ പോവാന്ന് മൂപ്പര് ആളുകൾ പ്രതിരോധിക്കാൻ തുടങ്ങിയപ്പോ കഅബ വിറച്ചു എന്നാണ് ചരിത്രം. കഅബ ഇളകിയപ്പോ ആ ജനങ്ങൾക്കൊക്കെ മനസ്സിലായി നമ്മൾ വിചാരിച്ച പോലെയല്ല, ഇതേതോ കാര്യപ്പെട്ട മഹാനാണ്, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പക്ഷത്താണ്, അതുകൊണ്ട് നമ്മൾ തടയേണ്ട അദ്ദേഹം. അപ്പൊ സംഗതി അറിഞ്ഞപ്പോ ആളെ മനസ്സിലായി. ഈ ആൾ ആരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അവിടെ ഉണ്ടായ മഹാനവറുകളുടെ ഒരു കറാമത്ത് അവിടെ നടന്നു എന്നാണ് ചരിത്രം. ഇവിടെ അല്ലാഹു തആല അഹ്മദുൽ കബീർ റിഫായിയോട് സഹകരിച്ചു എന്നാണല്ലോ ചരിത്രത്തിന്റെ പാഠം. ജനങ്ങള് ആളെ മനസ്സിലാകാതെ പ്രതിരോധിച്ചപ്പോ അല്ലാഹു തആല ആളെ മനസ്സിലാക്കി കൊടുക്കാൻ മൂപ്പർക്ക് അവിടെ ഒരു കറാമത്ത്, ഒരു അത്ഭുതം അവിടെ ഉണ്ടായി. അപ്പോ മക്കക്കാർക്കൊക്കെ ഇതാണ് അഹ്മദുൽ കബീർ റിഫായി എന്ന ആ ചരിത്രം അവിടെ മനസ്സിലായി. ഇതാണ് മാലയിൽ പറയുന്ന ചരിത്രം. ആ ചരിത്രം നോണയാണെങ്കിൽ, നടക്കാതെ പറഞ്ഞതാണെങ്കിൽ അത് പരിശോധിച്ചിട്ട്, ഇല്ലാത്തതാണെങ്കിൽ ചരിത്രത്തിന്റെ റൂട്ടിലൂടെ അത് തെളിയിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ സംഭവിക്കല് ശിർക്കാണ്, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ടാവൂല എന്ന് വാദിക്കാൻ വേണ്ടി ഇവരാദ്യം തന്നെ കൊണ്ടുവരുന്നത് എവിടുക്കാന്നോ, ഇതിന് കോലം മറിക്കും. എന്നിട്ടോ ഈ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞ ആളുകള്, മൂപ്പര് തടഞ്ഞപ്പോ റിഫായി ഷെയ്ഖ് എന്താക്കി? കഅബ അങ്ങോട്ട് കുലുക്കി മൂപ്പരെ സ്വന്തം കൈകൊണ്ട്. അപ്പൊ അല്ലാഹു തആല ബേജാറായി.
അപ്പൊ അള്ളാഹ് പറയാ എന്ത്? പൊന്നാര റിഫായി, ഇജിന്റെ കഅബ ഒന്ന് കേടിയിരുത്തല്ലേ, അനക്ക് എന്താ വേണ്ടത് പറഞ്ഞോ, ഞാൻ സഹകരിച്ചോളാ. എന്നാ മര്യാദക്ക് ഇന്ന ദഫ് മുട്ടി തവാഫ് ചെയ്യാൻ അനുവദിച്ചോ, ഈ ജനങ്ങളോട് അടങ്ങി നിൽക്കാൻ പറയേ, ഞാനാണ് ചെയ്തോളാം. അപ്പൊ അള്ളാഹു തആല റിഫായിന്റെ മുമ്പിൽ തോറ്റു. ഇതെങ്ങനെ സഹോദരന്മാരുണ്ടാവും? ഇങ്ങനെ അള്ളാഹുവിനെ ഔലിയാക്കന്മാരുടെ പ്രതിപക്ഷത്ത് നിർത്തി, അല്ലെങ്കിൽ ഔലിയാക്കന്മാരെ, മഹാന്മാരെ, സുന്നികൾ ആദരിക്കുന്ന ആളുകളെ അള്ളാഹുവിന്റെ ഒരു പ്രതിപക്ഷത്ത് നിർത്തിയിട്ട് അവർ തമ്മിൽ ഫൈറ്റിംഗിലാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലൊക്കെ ചരിത്രങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച്, എന്താണ് ആ ചരിത്രമെന്ന് അതിന്റെ നേർക്ക് അവിടെ എന്താണ് പറഞ്ഞത് അത് കൃത്യമായി പറഞ്ഞു കൊടുക്കാതെ വളച്ചൊടിച്ചുകൊണ്ട് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ വലാലത്തിലും പിഴവിലും ആക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്കൊരിക്കലും കൃത്യമായി ഞാൻ പറയുന്നു ഖിയാമത്ത് വരെ തൗഹീദിനെയും ശിർക്കിനെയും ഇന്ന ആയത്ത് ഇന്ന ഹദീസിന്റെ അർത്ഥപ്രകാരം അതിന്റെ നിർവചനം ഇന്നതാണ് എന്ന് പറയാൻ ഇന്ന് നിലവിലുള്ള നിലപാട് നിലനിൽക്കുന്ന കാലത്തോളം വിദ്യാർത്ഥികാർക്ക് സാധ്യമേ അല്ല. അത് മുജാഹിദിനും സാധ്യമല്ല, ജമാഅത്തിനും സാധ്യമല്ല. ഇനി വരാൻ പോകുന്ന പുതിയ വല്ല പ്രസ്ഥാനക്കാരുണ്ടോ അവർക്കാർക്കും സാധ്യമല്ല. 4 മദ്ഹബിന്റെ അയിമ്മത്തുകളെയും 2 അഖീദന്റെ അയിമ്മത്തുകളെയും അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് സമർത്ഥിക്കാനാണ് വരുന്നതെങ്കിൽ അത് സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി അതിനെ നിലനിർത്താനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അസത്യത്തെ അസത്യമായി തന്നെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ നിന്നത് ഒഴിവാക്കാനും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ചർച്ചകളുടെ സമയമായിരിക്കും. ഉസ്താദുമാരൊക്കെ ഉണ്ടാകും. ഞാൻ അല്പനേരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്റെ റൂമിലെ സൗകര്യങ്ങൾ ഞാനത്തെ പറഞ്ഞ സമയം നല്ലോണം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുസ്താദുമാര് ഒക്കെ ഉണ്ടാവും. പയ്യോളി ഉസ്താദും അതുപോലെ കേൾവിക്കാരൻ ഉസ്താദും കുമ്മോളി ഉസ്താദ് പിന്നെ തുടങ്ങിയ ആളുകളൊക്കെ